ഹൈപ്പർസോണിക് മിസൈൽ. ലോകത്തിലുള്ള ഏറ്റവും ശക്തമായ മിസൈൽസിൽ ഹൈപ്പർസോണിക് മിസൈൽസിന് ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹൈപ്പർസോണിക് മിസൈൽസിന്റെ വേഗതയാണ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 മടങ്ങ് വേഗത, അതായത് മാക് 5 എന്ന വേഗതയും കഴിഞ്ഞ് ഹൈപ്പർസോണിക് മിസൈൽസുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽസുകൾക്ക് ഇവയേക്കാൾ വേഗതയിൽ പോകാൻ കഴിയും. എങ്കിൽ പോലും ഇതിനേക്കാൾ ഫ്ലെക്സിബിളായ, ഇതിനേക്കാൾ നാശം വിതയ്ക്കാൻ കഴിവുള്ളതായി ഹൈപ്പർസോണിക് മിസൈൽസിനെ പറയാൻ കാരണം ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഈ പ്രൈഡ് മിസൈൽസ് നമ്മുടെ ഇന്ത്യയുടെ പക്കൽ ഇന്ന് വരെയും വർക്കിങ്ങിലില്ല. എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് വേഗതയിൽ പോകാൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ് നമ്മുടെ ഇന്ത്യയുടെ പക്കൽ പ്രോജക്റ്റിൽ മാത്രമാണുള്ളത്. എന്നാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു വലിയ ബൂസ്റ്റ് നൽകും. കാരണം ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ, ഒരു ആന്റിഷിപ്പ് വെപ്പൺ, 1500 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ചില മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു ടെസ്റ്റിങ്ങിന് ശേഷം അതിനെക്കുറിച്ച് ഏതൊരു വാർത്തയും പുറത്തു വന്നില്ല. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ആ മിസൈലിൻ്റെ ചില ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഘട്ട പരീക്ഷണത്തിനായി DRDO തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബ്രഹ്മോസ് 2 വേരിയന്റിന്റെ എഞ്ചിൻ ടെസ്റ്റിംഗും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പോകുന്നുവെന്ന് ബ്രഹ്മോസ് എയ്റോസ്പേസ് കമ്പനി ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ET-LDCM എക്സ്റ്റൻഡഡ് റേഞ്ച് ലോങ് ഡിസ്റ്റൻസ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇത് ഇന്ത്യയുടെ പക്കലുള്ള ആന്റി ഷിപ്പ് വെപ്പൺ കാറ്റഗറിയിലെ ഒരു ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമാണ്. ലോകത്തിലുള്ളതിൽ വെച്ച് കൂടുതൽ ദൂരം പോകാൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലായി ഇത് മാറും. അതായത് ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മിസൈൽ നമ്മുടെ പക്കൽ ഉണ്ടാകും. പ്രൈമറിയായി ഇത് ഇന്ത്യയുടെ ആന്റി ഷിപ്പ് മിസൈലായി ഉപയോഗിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഇതിൻ്റെ അടുത്ത ഘട്ട വേരിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലോഞ്ച് പ്ലാറ്റ്ഫോമിനെ ആശ്രയിച്ച് നമുക്കിതിനെ ലാൻഡ് അറ്റാക്കിനും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 1500 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ ഒരു മിസൈലിനെ നമ്മൾ ഒറ്റ തവണ മാത്രമേ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളൂ. അതും അതിൻ്റെ എഞ്ചിന് വേണ്ടി ഒരു പ്രോട്ടോടൈപ്പ് പോലെ നിർമ്മിച്ചു. ഒരു ഡമ്മി മിസൈൽ നിർമ്മിക്കുകയും അതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് നോക്കുകയും ചെയ്തു. 1000 സെക്കൻഡ്സിൽ ഇതിനെ കൊണ്ട് എത്രത്തോളം ഡിസ്റ്റൻസ് റീച്ച് ചെയ്യാൻ കഴിയും, ഇതിൻ്റെ എഞ്ചിനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം കഴിഞ്ഞ വർഷം ആ ഒരു പരീക്ഷണത്തിലൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതിനുശേഷം അതിനെക്കുറിച്ച് ഏതൊരു വാർത്തയും വന്നില്ല. ബ്രഹ്മോസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, മീറ്റിയോറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അഗ്നിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പൃഥ്വിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമിനെ കുറിച്ച് ആരും തന്നെ സംസാരിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് DRDOയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നത്. ഏറെ ദിവസമായി ഈ ഒരു മിസൈൽ പ്രോഗ്രാം അങ്ങനെ ഹോൾഡിൽ നിൽക്കുകയാണ്. അതെ, ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നുമില്ല. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരെയും ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, എല്ലാവരെയും നമ്മിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഈ ഒരു എഞ്ചിൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഈ എഞ്ചിൻ ടെസ്റ്റ് എന്നത് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇതിന് മുൻപ് ചെയ്തതുപോലെയോ ആകാൻ പാടില്ല. നമ്മുടെ മിസൈൽ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഈ മിസൈൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശത്രുക്കൾക്ക് മനസ്സിലാകണം. നമ്മളത് അനൗൺസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു എഞ്ചിൻ ടെസ്റ്റായി മാത്രം ചെയ്യാൻ പാടില്ല. അതിൻ്റെ വേഗത, അതിൻ്റെ ഫങ്ഷൻസ്, അതിനെക്കൊണ്ട് എത്രത്തോളം മെനുവർ ചെയ്യാൻ കഴിയും, ഇവയെല്ലാം നമ്മൾ കാണിക്കണം. ഈ ഒരു രീതിയിലാണ് അറിയിപ്പ് പുറത്തു വന്നത്. ഇതിൻ്റെ പേര് ET-LDHCM, end-to-end ടെസ്റ്റ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഈ മിസൈലിന്റെ എഞ്ചിൻ പൂർണ്ണമായും ടെസ്റ്റ് ചെയ്ത് അതിന്റെ ടെക്നിക്കൽ ഫങ്ഷൻസ് എന്താണ്, ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതെല്ലാം നോക്കണം. ഇപ്പൊ സാധാരണ ഒരു മിസൈൽ വർക്കാകണമെങ്കിൽ ക്രൂയിസ് മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം റാംജെറ്റ് എഞ്ചിൻസ് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ഹൈപ്പർസോണിക് മിസൈൽസിനെ സംബന്ധിച്ച് റാംജെറ്റ് എന്നത് ഫ്ലെക്സിബിളായ ഒരു ഓപ്ഷൻ അല്ല. പകരം സൂപ്പർസോണിക് കമ്പസ്റ്റബിൾ ഫീച്ചറുള്ള ഒരു എഞ്ചിൻ ആവശ്യമാണ്. അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് വായു ഇന്ധനവുമായി കലർന്ന് കത്തുന്ന ഒരു എഞ്ചിൻ ആവശ്യമാണ്. അപ്പോൾ റാംജെറ്റ്, സ്ക്രാംജെറ്റ്, ഇങ്ങനെ 2 എഞ്ചിൻസ് നമുക്കറിയാം. ബ്രഹ്മോസിൽ നമ്മൾ റാംജെറ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ ഹൈപ്പർസോണിക് മിസൈൽസിൽ നമ്മെ കൊണ്ട് റാംജെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ആ മിസൈൽസിന്റെ വേഗത ശരാശരി ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 മുകളിലാണ്. അത് 6-ൽ പോയാലും പ്രശ്നമില്ല, മണിക്കൂർ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 7 മടങ്ങ് വേഗതയിൽ പോയാലും പ്രശ്നമില്ല. പക്ഷെ 5-ൽ കുറയാൻ പാടില്ല. ഈ റാംജെറ്റ് എഞ്ചിൻ ഫ്ലെക്സിബിൾ എഞ്ചിനാണ്. അത് ഈ മാക് 5ഉം അതിന് താഴെയും വരുമ്പോൾ മാത്രമാണ്. ഇതിന്റെ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഓക്സിഡൈസർ ഒന്നും ആവശ്യമില്ല. ലിക്വിഡ് ഹൈഡ്രജൻ നമ്മൾ ഇന്ധനമായി ഫിൽ ചെയ്താൽ മാത്രം മതി. വായുവുള്ള ഓക്സിജൻ ഉപയോഗിച്ച്
മോളിക്യുലർ ഓക്സിജൻ ഉപയോഗിച്ച് അത് സ്വയമേ കത്തും. എന്നാൽ റാംജെറ്റ് എഞ്ചിനെ കൊണ്ട് ശബ്ദത്തിന്റെ വേഗതയിൽ നിന്ന് 3-4 മടങ്ങ് വരെ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. 4 എന്നതും ഒരു കഠിനമായ ടാർഗറ്റ് ആണ്. കാരണം ഇതിന്റെ എക്സോസ്റ്റ് ടെമ്പറേച്ചർ ആ എക്സോസ്റ്റ് വാൾവ്സിനെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല. ഇനി അതിനു മുകളിൽ അത് പോകണമെന്ന് കരുതി പല മെക്കാനിസംസ് നമ്മളതിൽ മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ആ എഞ്ചിൻ തന്നെ ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുക എന്നതാണ് സ്യൂട്ടബിൾ ആയ ഒരു ഓപ്ഷൻ. റാംജെറ്റിനും സ്ക്രാംജെറ്റിനും ഇടയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. റാംജെറ്റ് എഞ്ചിനിൽ 2 തവണ ഈ അകത്തേക്ക് വരുന്ന വായുവിനെ, ഈ കുറഞ്ഞ വേഗതയിൽ വരുന്ന കാറ്റിനെ കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്ത് അവസാനിച്ചതിന് ശേഷം അതിന്റെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിലേക്ക് എയർ കമ്പാർട്ട്മെന്റിൽ ചെന്ന് അതിന്റെ ഇന്ധനവുമായി മിക്സ് ആകും. ഇങ്ങനെ മിക്സ് ആകുന്ന ആ ഒരു ഇന്ധനം വീണ്ടും അതിന്റെ എക്സോസ്റ്റിലേക്ക് പുറത്തു വരുമ്പോൾ ഇനിയും ഒരു തവണ കൂടെ കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ആ മിസൈൽ കുറഞ്ഞ വേഗതയിലാണ് പറക്കുന്നതെങ്കിൽ പോലും ഈ റാംജെറ്റിന് അതിനാവശ്യമായ എയർ ഫ്ലോ അകത്തേക്ക് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് അതിന്റെ ടോപ്പ് സ്പീഡ് റീച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്ക്രാംജെറ്റിന് അങ്ങനെയല്ല. സ്ക്രാംജെറ്റ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ ആ മിസൈൽ കുറഞ്ഞത് മാക് 2 വേഗതയിലെങ്കിലും പറക്കണം. 1.5 മുതൽ 2 ആ ഒരു വേഗത റീച്ച് ചെയ്യുമ്പോഴാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ തന്നെ ആക്ടിവേറ്റ് ആവുക. കാരണം അത്രത്തോളം ഹെവിയായി വായു അകത്തേക്ക് പോയാൽ മാത്രമേ ഇതിനാവശ്യമായ അളവിൽ അകത്ത് ഫ്യൂവൽ മിക്സ് ചെയ്ത് എക്സോസ്റ്റ് വഴി അത് പുറത്തേക്ക് തള്ളാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ റാംജെറ്റ് എഞ്ചിനുള്ളിലേക്ക് വായു പോകുന്നത് ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണെങ്കിൽ സ്ക്രാംജെറ്റിൽ അങ്ങനെയല്ല. ഒരു വലിയ ഗ്യാപ്പ് തന്നെ അവിടെ ആവശ്യമാണ്. അതിനുള്ളിലൂടെയാണ് എയർ പോവുക. അകത്ത് കംപ്രസ് ചെയ്യില്ല. ഒരു ചെറിയ മിനിമൽ ചാമ്പറിലൂടെ അതിനാവശ്യമായ രീതിയിൽ അകത്തേക്ക് കാറ്റിനെ വലിച്ചെടുക്കുകയും അങ്ങനെ ആ ഒരു ഗ്യാസിന് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് അയക്കുകയും ചെയ്യും. ഈ ഒരു കാരണത്താലാണ് സ്ക്രാംജെറ്റ് എഞ്ചിനെ കൊണ്ട് അത്രയും വേഗത്തിൽ പോകാൻ കഴിയുന്നത്. എന്നാൽ റാംജെറ്റിനേക്കാൾ സ്ക്രാംജെറ്റ് എന്നത് കോസ്റ്റ്ലി ആണ്. ഫ്യൂവൽ എഫിഷ്യൻസിയും വളരെ കുറവാണ്. ഇത്രത്തോളം വലിയൊരു എക്സോസ്റ്റ് വഴി സ്പീഡ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി അവിടെ അത്രയും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ലോങ് റേഞ്ച് മിസൈലിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ അതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന്. എഞ്ചിൻ്റെ എക്സോസ്റ്റ് വാൽവും അകത്തുള്ള ആ ഫ്യൂവൽ മിക്സ് ആകുന്ന വാൽവും ഇത് വളരെ ഹീറ്റ് ആകും. ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസും കഴിയും. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ലോഹസങ്കരം എന്നത് ആ താപത്തെ പുറന്തള്ളുന്നു. എങ്കിലും അതിലുള്ളൊരു പ്രശ്നം, സൂപ്പർസോണിക് ഫ്ലൈറ്റ്സ് ചില സമയങ്ങളിൽ അതിൻ്റെ പാത്ത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ മെനുവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഫ്യൂവലിൻ്റെ അളവ്, അകത്തേക്ക് പോകുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ഇടയ്ക്കിടെ ഇന്ധനം കൂട്ടിയും കുറച്ചും അതിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ അതിൻ്റെ എഞ്ചിൻ എക്സ്റ്റോസ്റ്റിലുള്ള ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഫ്ലൈറ്റ് പാത്ത് മാറ്റുമ്പോൾ ഈ വാൽസ് ഡാമേജ് ആകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് എത്രത്തോളം ചൂട് താങ്ങാൻ കഴിയും, അതിന് എത്രത്തോളം നമുക്കവിടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, ഇതെല്ലാം നമ്മൾ പ്രധാനമായി അറിയേണ്ട ഒരു ആവശ്യമാണ്. രണ്ടാമതായി ഉള്ളത് ഇതിൻ്റെ ഘടനാപരമായ സാധ്യതയാണ്. ആ ടെസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. മുന്നിൽ ഒരു പ്ലേറ്റ് പോലുള്ള ഒന്ന് വെച്ചിട്ടുണ്ടാകും. അത് എന്തിനു വേണ്ടി വെച്ചു എന്ന് പോലും അറിയില്ല. സാധാരണ 1500 കിലോമീറ്റർ വരെയും ഒരു ക്രൂയിസ് മിസൈലിനെ കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. ഇപ്പോൾ റഷ്യയുടെ ക്രൂയിസ് മിസൈൽസ് നോക്കുകയാണെങ്കിൽ ഫ്ലെയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അടുത്തിടെ റഷ്യ ഉക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ പോലും ആന്റി റഡാർ മിസൈൽസിൽ ഫ്ലയേഴ്സ് റിലീസ് ചെയ്യുന്ന ഒരു മെക്കാനിസം നടത്തി. അപ്പോൾ ഇത്രത്തോളം ക്യാപ്പബിളായ ആന്റി ഷിപ്പ് മിസൈൽസ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബ്രഹ്മാസ്ത്രം പോലെ ആയിരിക്കണം. പേരിനനുസരിച്ചതുപോലെ തന്നെ ശത്രുവിന്റെ ടാർഗറ്റിന് ഏതൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ എല്ലാം മറികടന്ന് ചെന്ന് ആക്രമിക്കണം. അങ്ങനെയുള്ളപ്പോൾ ഇതിനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉണ്ടായിരിക്കണം. അതിൻ്റെ ഫ്ലെയർസ്, ഇലക്ട്രോണിക് റഡാർ യൂണിറ്റ്സ് ഇവയെല്ലാം എങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയോട് കൂടി തന്നെ നോക്കണം. അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആ മിസൈലുമായി ഒരുമിച്ച് ചേർത്ത് അതിന് ഒരു പ്രത്യേക രൂപം തന്നെ നൽകണം. ഈ രൂപം നൽകുമ്പോൾ എയറോഡൈനാമിക്കലി അത് ഫീസിബിൾ ആയിരിക്കണം. അത് വളരെ കാര്യക്ഷമമായിരിക്കണം. അത് അതിൻ്റെ ടാർഗറ്റിനെ നോക്കി പോകുമ്പോൾ ഏതൊരു എയർ ഡ്രാഗും ഉണ്ടാകാൻ പാടില്ല. അതിന് സാധ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കണം. മൂന്നാമതായി ഉള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലിപ്പോൾ നമ്മൾ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടല്ലോ, ലിക്വിഡ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇതുപോലെ ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ ആ മിസൈലിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഇത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു, ഇന്ധനമുണ്ട്. ഒരു ക്രൂയിസ് മിസൈൽ അതിൻ്റെ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായി പോകുമ്പോൾ സാധാരണ മിക്കപ്പോഴും ആ ടാർഗറ്റ് റീച്ച് ചെയ്യുന്നതിന് മുൻപ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിന് നൽകിയിട്ടുള്ള പ്രീവിയസ് ടാർഗറ്റ് ഇൻപുട്സുമായി മാച്ച് ചെയ്ത് നോക്കും.
ഇത് നമ്മുടെ ബ്രഹ്മോസിനെ സംബന്ധിച്ച് അതിൽ ലൈവ് ഡേറ്റ ഫീൽഡ് സാറ്റലൈറ്റ്സ് വഴി അല്ലെങ്കിൽ ഓൺ നെറ്റ്വർക്ക് വഴിയും മറ്റ് പ്ലാറ്റ്ഫോംസ് വഴിയും നൽകും. ഇപ്പോൾ ഈ മിസൈലിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മിസൈൽ പറക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചുറ്റും വാരിയർ മിസൈൽസ് എന്ന ആശയം വരും. ഇത് ആ മിസൈലിനെ ചുറ്റി ഡീകോയ്സ് പോലെ ആക്ട് ആകും. സത്യത്തിൽ ഇതെല്ലാം ഡമ്മി മിസൈൽ കാറ്റഗറിയിലാണ് വരിക. ഇപ്പോൾ റഷ്യയുടെ ഷാഹിദ് ഡ്രോൺസ് ഒക്കെ അകത്തൊരു ടാർഗറ്റ് ഡ്രോണായി പോവുകയും എവിടെയാണ് ഏരിയൽ സിസ്റ്റംസ് ഉള്ളത്, എവിടെ നിന്നാണ് ഇതിനെ നോക്കി ഇന്റർസെപ്റ്റേഴ്സ് വരുന്നു എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായി അയക്കും. അതുപോലെയാണ് ഇപ്പോൾ ഈ മിസൈൽസിന്റെ കൂടെ ഡമ്മി മിസൈൽസിന് അയക്കും. അങ്ങനെ അയക്കുമ്പോൾ ഡമ്മി മിസൈൽസിന്റെ പക്കൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഈ മിസൈലിലേക്ക് ഫീഡാകും. അല്ലെങ്കിൽ ഇതിന്റെ ടാർഗറ്റിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ ഇത് 100% ആക്യുറസി ആയിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇത് മൂന്നും എൻജിൻ ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിനനുസരിച്ചതുപോലെ എൻജിനിൽ നമ്മൾ കൂടുതൽ പവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു രീതിയിൽ കൂടുതൽ ഫങ്ഷൻസ് ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഒരു മിസൈലിനെ വളരെ ക്യാപ്പബിളായ ഒരു മിസൈലാക്കി സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഈ വാരിയർ മിസൈൽസും ഇതും ഒരുമിച്ച് ചേരുമ്പോൾ, ഈ പ്രോഗ്രാംസ് എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആകുമ്പോൾ അത്രത്തോളം പെട്ടെന്ന് ഈ ഒരു മിസൈലിനെ ഡിഫണ്ട് ചെയ്യുക എന്നുള്ളതും ഒരു സാധാരണ കാര്യമായിരിക്കില്ല. ഇതൊരു വശത്ത് ഇങ്ങനെ പോകുമ്പോൾ ബ്രഹ്മോസ് 2 ഇത് ഇന്ത്യയുടെ ഒരു പ്രൈഡ് തന്നെയാണ്. ഇത് നമ്മൾ സൃഷ്ടിച്ച് അവസാനിപ്പിച്ചില്ല. ടെസ്റ്റിംഗ് എല്ലാം ആരംഭിക്കാൻ പോവുകയാണ്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 മടങ്ങ് വേഗതയിൽ പോവുകയാണെങ്കിൽ അവിടെ സ്ക്രാം ജെറ്റ് ഉപയോഗിക്കണം. അതിന് മുൻപ് റാം ജെറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? സ്ക്രാം ജെറ്റ് എൻജിൻസിൽ കോസ്റ്റ് അധികമാണ്. ബ്രഹ്മോസ് മിസൈലിന്റെ വലിയൊരു നേട്ടം തന്നെ അതിന്റെ കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് കുറവാണെന്നും പറഞ്ഞ് അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് കുറവ്, അതിൻ്റെ ഫങ്ഷൻ കുറവ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. കോസ്റ്റ് കുറവായിരുന്നാൽ പോലും കുറഞ്ഞ വിലയിൽ എത്രത്തോളം ക്യാപ്പബിളായ മിസൈൽ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശയമാണ് നമ്മൾ ഇതിലൂടെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ സ്ക്രാം ജെറ്റ് എൻജിൻസ് ഉപയോഗിച്ചാൽ മിസൈൽസിൻ്റെ കോസ്റ്റ് വീണ്ടും കൂടും. പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാലും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ എണ്ണം നിർമ്മിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഒരു പക്ഷെ വന്നേക്കാം. അതിനാൽ സ്ക്രാം ജെറ്റിന് പകരം റാം ജെറ്റ് എൻജിൻ തന്നെ ഇവിടെ ആൾട്ടർനേറ്റ് ചെയ്യാം. അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്യുന്ന ഈ മിസൈൽസ് കാരണം ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ ഒരു 4 മുതൽ 4.5 വരെയും പോകാൻ സാധിക്കും. അതായത് ഹൈപ്പർസോണിക് വേഗത ഒരിക്കലും അതിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതിനെ കൊണ്ട് ലോയസ്റ്റ് മാക്സിമം ലിമിറ്റ്, അതായത് 5 ഒരു ഹൈപ്പർസോണിക് സ്പീഡാണെങ്കിൽ 4.6, 4.7, 4.8 വരെയും റീച്ച് ചെയ്യുന്ന രീതിയിൽ ഈ മിസൈൽസിന് നിർമ്മിക്കണം. ഇതിനു വേണ്ടി ചില അപ്ഗ്രേഡ്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ എൻജിൻ ടെസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു ബ്രേക്ക് ത്രൂ ആയ കാര്യമാണ്. ഹൈപ്പർസോണിക് മിസൈൽസിൻ്റെ സ്ക്രാം ജെറ്റ് എൻജിൻ ഇല്ലാതെ ഒരു ക്രൂയിസ് മിസൈൽ, അത് മെനുവർ ചെയ്യുന്ന ഒരു ക്രൂയിസ് മിസൈലിനെ റാം ജെറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതൊരു സാധാരണ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ മാക് 5ഉം അതിലും കൂടുതൽ പോകാൻ കഴിയുന്ന രീതിയിൽ റാം ജെറ്റ് എൻജിൻസ് ഏതൊരു മിസൈലിലും ഉപയോഗിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എയർ ടു എയർ മിസൈൽ കാറ്റഗറിയിൽ ഒരുപാട് റാം ജെറ്റ് എൻജിൻസ് ഉപയോഗിക്കുന്നുണ്ട്. റഷ്യയുടെ R31 സീരീസിലുള്ള മിസൈൽസ്, ചൈന അവരുടെ PL സീരീസിലുള്ള മിസൈൽസ് ഇവയിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്രൂയിസ് മിസൈലിനും എയർ ലോഞ്ച്ഡ് എയർ ടു എയർ മിസൈലിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വാർഹെഡ് വെയിറ്റ്, വാർഹെഡ് സൈസ് ഇതെല്ലാം വ്യത്യസ്തമാണ്. എയർ ടു എയർ മിസൈലിൽ 3 കിലോ വാർഹെഡ് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ കോൺഫിഗറേഷൻ തീർച്ചയായും വ്യത്യസ്തമായിരിക്കും. ഒരു എയർക്രാഫ്റ്റിന് അടുത്ത് ചെന്നാൽ തന്നെ അത് പൊട്ടിത്തെറിക്കും. അത് അതിൻ്റെ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്തതുപോലെയാണ്. എന്നാൽ ഗ്രൗണ്ട് അറ്റാക്കിനും ആൻറ്റി ഷിപ്പ് കാറ്റഗറിക്കും ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈൽസ് പൂർണ്ണമായും വ്യത്യസ്ത ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ക്രൂയിസ് മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം റാം ജെറ്റ് എൻജിൻസിനെ ഒരു അപ്ഗ്രേഡ് ചെയ്ത് മറ്റൊരു പെർഫോമൻസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. എന്നാൽ ഇതിവർ എങ്ങനെ ചെയ്യാൻ പോകും, ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വീക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.